ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓണം സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി. 150 ഗ്രാം വെള്ളരിക്ക എടുത്ത് അതിൻ്റെ കുരുവും തൊലിയും എല്ലാം മാറ്റിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി തുടങ്ങി. നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുണ്ടോ നോക്കി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള കട്ട തൈര് അടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മീഡിയം സൈസ് പുളിയുള്ള തൈരാണിത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീ ഓഫ് ചെയ്ത് വെള്ളരിക്കയുടെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ തൈര് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് താളിക്കാം. കടായി ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും 2 വറ്റൽ മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വന്നാൽ നമുക്ക് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഇത് ഒഴിച്ച് താളിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓണം സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യൂ.